അസ്സാം വലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 7 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലേക്കുള്ള വഴി ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് റോഡാണ്. ഈ റോഡിന്റെ എൻഡിലായിട്ട് അവിടെ ടാറിട്ട മെയിൻ റോഡുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് പതിച്ചതാണ്. ഫുൾ ഭാഗം ഇൻ്റർലോക്ക് പതിച്ചാണ്. ഇതിൽ ജലലഭ്യതക്കായിട്ട് വലിയ നിലവിൽ ഇതിൽ ബോർവെല്ലാണ്, കുഴൽക്കിണറാണ് കുഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഓപ്പൺ വെൽ സാധാരണ കിണറുണ്ട്. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എലിവേഷനോട് കൂടിയായിട്ടാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു പഴക്കമില്ലാത്ത വീടാണ്. 3-4 വർഷത്തെ പഴക്കം മാത്രമേ ഈ ഒരു വീടിനുള്ളൂ. ഫ്രണ്ട് ഭാഗമൊക്കെ ചുമരിൽ പുട്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് വരുന്നത്. വീടിൻ്റെ ഫുള്ള് ഭാഗവും ഫുള്ള് മുറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുൾ ഇൻ്റർലോക്കൊക്കെ പതിച്ച് മതിൽ കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് തേപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല എലിവേഷനാണ്. ഓടിട്ട വീടല്ല കേട്ടോ, ടെറസ് വീട് തന്നെയാണ്. ടെറസ് വീടിൻ്റെ മുകൾ ഭാഗം റൂഫിൽ അവർ സാധാരണ ക്ലേ ഓട് പതിച്ചതാണ്. അതുകൊണ്ട് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഇതിൽ ഒറ്റക്കള്ളിയുടെ ഒരു വിൻഡോസാണ് സിറ്റ് ഔട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഫ്ലോറിങ് മുഴുവനായിട്ട് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണൈറ്റാണ് ടൈല്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ല താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഇതാണ് മെയിൻ ഡോറ്. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലാണ്. ലിവിംഗ് കം ഡൈനിങ് ഹാളാണ്. വലിയൊരു ഹാളാണുള്ളത്. 1100 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് മൊത്തത്തിൽ വരുന്നത്. 1100 സ്ക്വയർ ഫീറ്റ്. അതിൽ 3 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു ലിവിങ് സ്പേസും ഉണ്ട്. ഫസ്റ്റ് കയറി വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു സോഫ സെറ്റ് കെട്ടിട്ട് ഒരു ലിവിങ് ഏരിയ ആയിട്ട് നമ്മൾക്കത് ഉപയോഗിക്കാം. ഫ്ലോറിങ് മുഴുവനായിട്ട് നല്ല വെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നല്ല ക്രീം തീം കളറിലുള്ള മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉൾഭാഗത്ത് നിന്ന് തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ മുഴുവനായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഓപ്പോസിറ്റ് തീം കളറിലുള്ള പെയിൻറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല അട്രാക്ഷൻ ആക്കിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, അതിന് തൊട്ട് നേരെയായിട്ട് ഒരു TV യൂണിറ്റ്. ഇതിൻ്റെ ജനലുകളെല്ലാം ഈ ഹാളിൽ നിന്നെല്ലാം ജനൽ വരുന്ന ഒറ്റക്കള്ളിയുടെ നല്ല ഹൈറ്റുള്ള വിൻഡോസാണ്. ഈ ഭാഗത്തായിട്ടൊരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട്. വാഷിംഗ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ്. ഇതിനോട് തൊട്ട് ചാരിയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. ഇതുപോലുള്ള 3 ബെഡ്റൂമുകളുണ്ട് ഈ വീട്ടിൽ. ഈ വീടിന് വലിയ പരിക്കില്ലാത്തൊരു വീട്. അതായത് താമസിച്ചിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. കൂടുതൽ റൂമുകളൊന്നും വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു ബെഡ്റൂം മാത്രമാണ് ഇവർ ഏകദേശം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമര് ഭാഗത്ത് നല്ല സെറാമിക് ടൈലൊക്കെ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ സാധാരണ ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധാരണ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതുണ്ട്, അതിൻ്റെ റൂഫിംഗ് എല്ലാം നല്ല എലിവേഷനോട് കൂടിയിട്ടാണ്. സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഓടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മുകളിൽ ഓടുണ്ട്. അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആവും. സാധാരണ ഓട് വെച്ചതുകൊണ്ട് റൂമിന് നല്ല കൂളിംഗ് കിട്ടും. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബെഡ്റൂമും ഇതിൽ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ചുമരൊക്കെ നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇങ്ങനെയുള്ള 3 ബെഡ്റൂമുകളുള്ളത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. മറ്റുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ 2 ബെഡ്റൂം മാത്രമേ വീട്ടിലുള്ളൂ. വേറെ കോമൺ ബാത്റൂം ഇല്ല. അത്യാവശ്യം വലിയ സൈസിലുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. 10-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്.
ഇനി ഇതിനോട് ചാരിയിട്ട് കിച്ചൺ അതിനോട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ. ഇതാണ് കിച്ചൺ വരുന്നത്. രണ്ടും ഓപ്പൺ കിച്ചൺ വർക്ക് ഏരിയ ആണ്. കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ്, കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തുണ്ട്, കോർണറിലായിട്ട് 2 ഭാഗത്തും നല്ല ഭംഗിയാക്കിയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട്. കിച്ചൺ സ്ലാബിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ സിങ്ക് ഉണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല എൽ ഷേപ്പിലുള്ള വലിയ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു സ്ലാബൊക്കെ കൊടുത്തിട്ട് നല്ല ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു അടുക്കളയാണ്. നല്ല ഏരിയ ഉണ്ട് കേട്ടോ അടുക്കളനോട് ചാരിയിട്ട് ഇവിടെ നമുക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ഹാൾ പോലെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. വർക്ക് ഏരിയ പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ പിൻഭാഗം, വീടിൻ്റെ പിൻഭാഗം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ്. എല്ലാ ഭാഗവും ഓക്കെ ആയിട്ടുള്ള വലിയ പഴക്കമില്ലാത്ത വീട്. 7 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട്. ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളുണ്ട്, മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുറ്റം മുഴുവനായിട്ട് ഇന്റർലോക്കൊക്കെ പതിച്ച നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട്. 1100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറുള്ളത്. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണും. തൊട്ടടുത്ത വീട്ടിലൊക്കെ ആയിട്ട് ഓപ്പൺ വെൽ കിണറുണ്ട്. അപ്പം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത്. 3 ഭാഗത്തുനിന്നായിട്ട് ഇതിലേക്ക് എൻട്രൻസ് ഉണ്ട്. മഞ്ചേരി ടു അരീക്കോട് റോഡിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കിടങ്ങഴിൽ നിന്നും എല്ലും കമ്പനി റോഡിന് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരാം. അതുപോലെ തന്നെ ചെരണി പ്ലൈവുഡ് റോഡിന് വന്നു കഴിഞ്ഞാൽ അതിലും ഈ വീട്ടിലേക്ക് വരാം. നിലമ്പൂർ റോഡിൽ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ റോഡ് മരത്താണി തിരുമണിക്കര ക്ഷേത്രത്തിന്റെ അതിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ വീട്ടിലേക്ക് എത്താം. 3 കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 3 റോഡും കൂടെ കൂടി ചേരുന്ന സ്ഥലമാണ് കയറ്റിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഈ കയറ്റിക്കുന്ന് മെയിൻ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ദൂരപരിധിയുള്ളൂ. റോഡ് എല്ലാ ഫെസിലിറ്റീസുള്ള നല്ലൊരു വീട് തന്നെയാണ്. അപ്പൊ ഇതിനവർ ചോദിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. 7 സെന്റ് സ്ഥലം 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയ പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ്. 30 ലക്ഷം രൂപ. വില നെഗോഷ്യബിൾ ആണ്. കച്ചവടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് നീക്കുപോക്കുകളുണ്ടാവും. അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സെയ്ഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും ഇനിയും ഒരുപാട് വരാണ്ട്. ഒരുപാട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.